ഇത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ സാർ കാണാൻ പറ്റുന്നു. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെക്കാട്രോണിക് അപ്രോച്ചിൽ CNC മെഷീൻസിലെ മെക്കാട്രോണിക് എലമെന്റ്സ് ഓഫ് മെക്കാട്രോണിക്സ് CNC മെഷീൻസ് ഇൻ മെക്കാട്രോണിക് അപ്രോച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട എലമെന്റുകളൊന്ന് മെഷീൻ സ്ട്രക്ചർ ആയിരുന്നു. ദെൻ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് CNC മെഷീൻസിനകത്ത് വരുന്ന ഗൈഡ് വേസ് അല്ലെ, ഗൈഡ് വേ എന്നൊക്കെ പറയുന്ന എലമെന്റുകളാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ലൈഡ് വേസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്ലൈഡ് വേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് ഫ്രിക്ഷണൽ സ്ലൈഡ് വേ അല്ലെങ്കിൽ ഫ്രിക്ഷൻ സ്ലൈഡ് വേ. ഫ്രിക്ഷൻ സ്ലൈഡ് വേയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സ്റ്റിക്ക് സ്ലിപ്പ് ഫിനോമിനൻ എന്ന് പറയുന്നത്, നമുക്ക് ഓവർ ഫോഴ്സ് സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ ഓവർ ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഫോഴ്സ് നമ്മുടെ മെറ്റീരിയലിൽ എന്തെങ്കിലും ഡാമേജുകളൊക്കെ വരുത്താൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ക്വിക്ക് ഫോഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഡിസൈൻ കൺസിഡറേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലുള്ള പ്രധാനപ്പെട്ട ഫ്രിക്ഷൻ സ്ലൈഡ് വേസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വി ഷേപ്പ് അല്ലെ, ഒരു വി കട്ട് വരുന്ന വി ഷേപ്പിൽ വരുന്ന സ്ലൈഡ് വേ പറഞ്ഞു. ഫ്ലാറ്റ് ആൻഡ് ഡോഗ്ടെയിൽ സ്ലൈഡ് വേ, അതേപോലെ സിലിണ്ടറിക്കൽ സ്ലൈഡ് വേ. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സ്ലൈഡ് വേ ആണ് ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസ് ഓർ ബെയറിംഗ്സ്. ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേ, ഇതിൽ 3 ടേംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആന്റി ഫ്രിക്ഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫ്രിക്ഷണൽ ഗൈഡ് വേസ് ആണ്. അത് സ്ലൈഡ് വേയും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ്. സ്വാഭാവികമായിട്ടും കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ബട്ട് ആ ഫ്രിക്ഷൻ കുറക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് ഫ്രിക്ഷൻ കുറക്കുന്നത്? ഫ്രിക്ഷൻ കുറച്ചാൽ മാത്രമേ നമുക്ക് വെയർ ആൻഡ് ടയറും അതേപോലെ തന്നെ ഹീറ്റ് ജനറേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മെറ്റീരിയൽ ലോസ്, ഇതൊക്കെ കുറക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഈസ് ആന്റി ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഫ്രിക്ഷനെ കുറച്ചുകൊണ്ടുള്ള മൂവ്മെന്റ്. ദെൻ ലീനിയർ മോഷൻ. നമുക്ക് സ്ലൈഡ് എന്ന് പറയുന്ന മൂവ്മെന്റ് ഉള്ള എലമെന്റ് ആണല്ലോ സ്ലൈഡ്. മൂവ്മെന്റ് ഉള്ള എലമെന്റിനെ നമ്മൾ സ്ലൈഡ് എന്നും ആ പാസേജിനെ സ്ലൈഡ് വേ എന്നും പറയും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ലൈഡിന്റെ മോഷൻ ഓൺലി ഇൻ ലീനിയർ മാനർ. ദെൻ ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസ്, സംടൈംസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ബെയറിംഗ്. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസ് ഏതൊക്കെയാണെന്നുള്ളത്. So since the friction is very high in the friction slide ways, the anti-friction guide ways are generally used in which recirculating balls are used for providing rolling friction. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ ഇപ്പം ഉള്ളൊരു ഒരു സ്ലൈഡും, ഞാനിവിടെ ഒരു സ്ലൈഡ് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്ന വർക്ക് ടേബിളോ അല്ലെങ്കിൽ ഏതെങ്കിലും എലമെന്റ് ആവട്ടെ, നമ്മുടെ മെഷീൻ സ്ട്രക്ചറിലുള്ള മോഷനിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എലമെന്റ്. ഇയാളെ എനിക്ക് എന്ത് ചെയ്യണം? ലീനിയർലി മൂവ് ചെയ്യണം. ഇയാൾക്ക് മൂവ് ചെയ്യാനുള്ള ആ ഒരു ലീനിയർ മാനറിൽ മൂവ് ചെയ്യാനുള്ള ഒരു പാസേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഗൈഡ് വേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഗൈഡ് വേ, ആദ്യം പറഞ്ഞതൊക്കെ ഫ്രിക്ഷൻ ഗൈഡ് വേസ് ആണ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ സ്ലൈഡ് വേസ് ആണ്. ഐദർ ഇത് വി ഷേപ്പിലോ, ഇതിന്റെ അടിയിൽ വരുന്ന പാസേജ് എന്ന് പറയുന്നത് വി ഷേപ്പോ അല്ലെ ഫ്ലാറ്റ് ആൻഡ് ഡോഗ്ടെയിൽ ഷേപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറോ എന്തോ ആട്ടെ. ഇവിടെ നമ്മുടെ സ്ലൈഡ് വേയും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമുക്കറിയാം രണ്ട് സ്ലൈഡിങ് സർഫസിൽ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ആ ഫ്രിക്ഷൻ കാരണം ഈ ഒരു ഇന്റർഫേസിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ കാരണം നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് മെറ്റീരിയൽ ലോസ് ഉണ്ടാവും, അതായത് വെയർ ഉണ്ടാവും. അതേപോലെ തന്നെ ഓവർ ഫ്രിക്ഷൻ വരുമ്പോൾ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും, അതായത് തെർമൽ ലോഡ് ഉണ്ടാവും. ഹീറ്റ് ജനറേഷൻ ആണല്ലോ നമ്മൾ തെർമൽ ലോഡ് എന്ന് പറയും. സോ മെഷീൻ സ്ട്രക്ചറിലേക്ക് തെർമൽ ലോഡ്, അൺവാണ്ടഡ് തെർമൽ ലോഡ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് കുറക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫ്രിക്ഷൻ ഗൈഡ് വേസ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്ക് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില എലമെന്റുകളുണ്ട്. പ്ലാസ്റ്റിക് ഇൻസേർട്ട് അല്ലെ, പ്ലാസ്റ്റിക് ഇൻസേർട്ടുകൾ, അതല്ലെങ്കിൽ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ഇടയിൽ ചെറിയ ബോൾസ് അല്ലെങ്കിൽ റോളേഴ്സ് അല്ലെങ്കിൽ ബോളുകൾ, അങ്ങനെയുള്ള എലമെന്റുകൾ, ഇതൊക്കെ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളത്. അത് തന്നെയാണ് ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേസിന്റെ പ്രിൻസിപ്പിൾ. നമ്മുടെ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ഇടയിലായിട്ട് റോളിംഗ് മോഷൻ അല്ലെങ്കിൽ ഒരു റോളിംഗ് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് എലമെന്റുകളെ സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഗൈഡിന്റെയും അല്ലെ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ഇൻ ബിറ്റ്വീനിലായിട്ട്, ആ ഇന്റർഫേസിലായിട്ട്
നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി സ്ലൈഡിങ് ഫ്രിക്ഷനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആണ് പിന്നെ ഉണ്ടാകുന്നത്. നമുക്കറിയാം റോളർ എന്ന് പറഞ്ഞാൽ ഒരു ബോൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു സർഫസ് എടുക്കുന്നു, ഇവിടെ ഞാനൊരു ബോൾ വെക്കാണ്, ഈ സർഫസിൽ ഒരു ബോൾ വെക്കാണ് അല്ലെ. അപ്പൊ ഈ ബോളിന്റെ കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോളും ഈ സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് പോയിന്റ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഏരിയ ആണ്. അതായത് ഈ ഒരു പോയിന്റ് മാത്രമേ കോണ്ടാക്റ്റിലുള്ളൂ അല്ലെ, ഈ ഒരു പോയിന്റ് മാത്രമേ കോണ്ടാക്റ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ഏരിയ കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഫ്രിക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാനിവിടെ വേറൊരു പീസ് എടുക്കുന്നു, ഒരു മെറ്റൽ പീസ്. ഇവിടെ ഇപ്പൊ കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് ഇത്രയും ഏരിയ ഉണ്ട് അല്ലെ, ഇത്രയും കോണ്ടാക്ട് ഏരിയ ഉണ്ട്, ഇത്രയും ഏരിയയിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. നേരെ മറിച്ച് ഒരു ബോൾ അല്ലെങ്കിൽ ഒരു റോളർ എടുക്കുകയാണെങ്കിൽ റോളറിന്റെ ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്ന, നമ്മുടെ സർഫസുമായിട്ട് പോയിന്റ് മീറ്റ് ചെയ്യുന്ന ആ ഒരു അത്രയും ചെറിയ കോണ്ടാക്ട് ഏരിയ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഈ രണ്ട് കേസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ, ഇവിടെ ഫ്രിക്ഷൻ കുറവായിരിക്കും അല്ലെ. സോ ഇതേപോലെ സ്ലൈഡിങ് ഫ്രിക്ഷനെ റീപ്ലേസ് ചെയ്തിട്ട് റോളിംഗ് ഫ്രിക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മളുടെ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ഇൻ ബിറ്റ്വീനിലായിട്ട് കുറച്ച് എലമെന്റുകളെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസ് നമ്മൾ പ്രവർത്തിപ്പിക്കുക. സോ എന്തിനു വേണ്ടിയിട്ടാണ് ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസ് ആർ യൂസ്ഡ് ഇൻ CNC മെഷീൻ ഫോർ ദി ഫോളോയിങ് അഡ്വാൻറ്റേജസ്. നമ്മൾ ഫ്രിക്ഷൻ സ്ലൈഡ് വേസിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണോ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ഫ്രിക്ഷൻ സ്ലൈഡ് വേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വെയർ, തേയ്മാനം കുറക്കുക. ദെൻ ടു ഇംപ്രൂവ് ദി സ്മൂത്ത്നെസ് ഓഫ് മൂവ്മെന്റ്, സ്മൂത്ത്നെസ്, അതായത് ഫ്രിക്ഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എളുപ്പത്തിൽ മൂവ് ചെയ്യും അല്ലെ. ഫ്രിക്ഷൻ ഉള്ള, അതായത് സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഞാനിപ്പോ ഒരു സർഫസിലൂടെ ഈ ഒരു മെറ്റൽ ബ്ലോക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിനെ എനിക്ക് ഒരു സർഫസിലൂടെ മൂവ് ചെയ്യിക്കണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും. കാരണം ഇതില് കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ കംപ്ലീറ്റ് ഏരിയ. നേരെ മറിച്ച് ഇതിന്റെ ഇടയിൽ ഒരു റോളർ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ റോളറും നമ്മുടെ ഗൈഡ് വേയും തമ്മിൽ ഒരു പോയിന്റിൽ മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ കുറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ സ്മൂത്ത് മൂവ്മെന്റ് ഉണ്ടാവും. ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ളത് തന്നെയാണ്. ദെൻ ടു റെഡ്യൂസ് ഹീറ്റ് ജനറേഷൻ. ഹീറ്റ് ജനറേഷൻ എങ്ങനെ ഉണ്ടാവുക? ഫ്രിക്ഷന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ് അല്ലെ ഹീറ്റ്. നമുക്കിപ്പോ നമ്മുടെ കൈ തന്നെ, രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ആണല്ലോ ഈ റബ്ബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കുറച്ച് ചൂടാകുന്നല്ലോ, ഒരു ഹീറ്റ് ജനറേഷൻ നടക്കുന്നത്. അതേപോലെ മെറ്റീരിയൽസിനെയൊക്കെ, ഹെവി എലമെന്റ്സിനെ, നമ്മുടെ വർക്ക് പീസിനെയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ടേബിൾ, ഇത്രയും വെയിറ്റ് അല്ലെ, ഇത്രയും ലോഡ് ആക്ട് ചെയ്യുന്ന എലമെന്റ് ആണ് ഈ ടേബിൾ. ഈ ടേബിൾ ഒരു സ്ലൈഡിംഗ് ഫ്രിക്ഷന് വിധേയമാകുകയാണെങ്കിൽ ഈ സ്ലൈഡിംഗ് പോയിന്റിൽ അല്ലെങ്കിൽ ഈ കോണ്ടാക്ട് ഏരിയയിൽ നല്ല ഹീറ്റ് ജനറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ തെർമൽ ലോഡ്, അൺവാണ്ടഡ് തെർമൽ ലോഡായിട്ട് മാറും. നോ സ്റ്റിക് സ്ലിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റിക് സ്ലിപ്പ് ഫിനോമിനൻ പ്രകാരം സ്ലൈഡിംഗ് ഫ്രിക്ഷനിൽ ഇരിക്കുന്ന എലമെന്റ് ആണെങ്കിൽ, ഡയറക്റ്റ് ഫ്രിക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ റെസ്റ്റിൽ ഇരിക്കുന്ന എലമെന്റിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കാൻ നല്ല ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലെ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ആ ഫ്രിക്ഷൻ കുറയും. എന്നാലും നമുക്ക് ആ ഒരു ഇൻവേഴ്സ് റിലേഷൻ കുറെ നേരത്തേക്ക് ഉണ്ട്. ഒരു സ്റ്റിക് സ്ലിപ്പ് റേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്രാഫ് പ്രകാരം. അപ്പൊ അതൊന്നും ഇവിടെ ആവശ്യമില്ല. കാരണം ഇവിടെ ഫുൾ ടൈം ഇതിന്റെ അടിയിൽ നമ്മുടെ എലമെന്റിന്റെയും ഗൈഡ് വേയുടെയും ഇടയിൽ റോളേഴ്സ് അല്ലെങ്കിൽ അതേപോലെയുള്ള ബോളുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുകൊണ്ട് ഇവിടെ ഓവർ ഫോഴ്സ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഈക്വൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു യൂണിഫോം ഫോഴ്സ് കൊടുത്താൽ നമുക്ക് ഇതിനൊരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ നോ സ്റ്റിക് സ്ലിപ്പ് ഫിനോമിനൻസ്. Then what are the disadvantages? The slide way have lower damping capacity. Damping capacity എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. ഇതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ അടിയിൽ, നമ്മുടെ ഈ സ്ലൈഡ് വേയുടെ അടിയിൽ നമ്മൾ റോളേഴ്സ് അല്ലെങ്കിൽ ബോളുകളൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗൈഡ് വേയുടെയും സ്ലൈഡിന്റെയും ഇടയിൽ റോളേഴ്സും അല്ലെങ്കിൽ ബോളുകൾ അങ്ങനെയുള്ള എലമെന്റ്സ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു അൺവാണ്ടഡ് ഡൈനാമിക് ഫോഴ്സ്, ഒരു വൈബ്രേഷൻ വരുമ്പോൾ അതിനെ ക്യാരി ചെയ്യാൻ, അതിനെ ഡാമ്പ് ചെയ്യാനുള്ള എബിലിറ്റി ഇത്തരം ഗൈഡ് വേസിന് കുറവാണ്. ഇനി ഈ ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേസിന് പല ടൈപ്പ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏരിയ നിന്നാണ് ഇതുവരെ ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിട്ടുള്ളത്. ആന്റി ഫ്രിക്ഷൻ, ഏതെങ്കിലും ഒരു ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേസിനെ പറ്റി എഴുതാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേസിൽ കുറെ എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തത് റീസർക്കുലേറ്റിംഗ് ലീനിയർ ബോൾ ബെയറിംഗ്. റീസർക്കുലേറ്റിംഗ്, ഈ നെയിമിലുള്ള ഓരോ ടേമും നമുക്ക് ഡെഫിനിഷനിൽ ആവശ്യമുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റീസർക്കുലേറ്റിംഗ് ലീനിയർ. ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലീനിയർ കോമൺ ആണ്. അതായത് ലീനിയർ മോഷൻ പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത് ലീനിയർ മോഷൻ ആണ്. സ്ലൈഡിന് കിട്ടേണ്ടുന്ന മോഷൻ ലീനിയർ ആണ്. ലീനിയർ ബോൾ ബെയറിംഗ്. സോ ഇവിടുത്തെ നമുക്ക് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് റീസർക്കുലേറ്റിംഗ് ബോൾ. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഞാൻ തിയറി പറയുന്നതിനും നല്ലത് നമുക്ക് ഒരു ഫിഗർ വെച്ചിട്ട് പറയാം. ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, ഫിഗർ കാണാലോ അല്ലെ.
ഈ സ്ലൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആണ്. ഒരു ബ്ലോക്കാണ്, ഒരു മെറ്റൽ ബ്ലോക്കാണ്, ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ബ്ലോക്ക്. അത് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് അതിനൊരു സൈഡ് വേസ് കട്ട് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. ഈ എലമെന്റിന് ഈ ഒരു ഞാനിപ്പോൾ വരച്ച് കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു ബ്ലോക്ക് ഇല്ലേ, ഈ മെറ്റൽ ബ്ലോക്ക്, ഇതാണ് നമ്മുടെ സ്ലൈഡ്. സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മൂവിങ് ഉള്ള അല്ലെങ്കിൽ മോഷൻ ഉള്ള എലമെന്റ്. ഇതിന്റെ മുകളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വർക്ക് ടേബിൾ അല്ലെങ്കിൽ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന ഹോൾഡിംഗ് ഡിവൈസ് ഒക്കെ ഇതിന്റെ മുകളിലായിരിക്കും മൗണ്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ എനിക്ക് റിക്വയർമെന്റ് ഇതിന്റെ ലീനിയർ മോഷൻ ആണ്. കാരണം നമ്മൾ ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് ചെയ്യാം. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രേറ്റ് ലൈൻ മോഷൻ അല്ലേ. അപ്പൊ ഒന്നിക്ക് ഇത് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരണം. അപ്പൊ ആ ഒരു മോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു പാസേജ് അല്ലെ അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു വേ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു എലമെന്റ് അല്ലെ, ഒരു ലോങ് ബാർ. ഇതിന്റെ മുകളിൽ കുറെ ഗ്രൂവ്, നമ്മൾ നേരത്തെ പഠിച്ച വി ഗ്രൂവും ഇവിടെയൊക്കെ വി ഗ്രൂവും അതേപോലെ ഡോവ് ടെയിൽ ഗ്രൂവ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഗൈഡ് വേയും ഉണ്ട്, സ്ലൈഡും നമ്മുടെ കയ്യിലുണ്ട്. ഇത് സ്ലൈഡ് മൂവ് ചെയ്യുന്ന ആള് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഗൈഡ് വേ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഗൈഡ് വേ. ഇതിന്റെ മുകളിൽ നമ്മൾ പഠിച്ച ഗ്രൂവ്സ് ഒക്കെ ഉണ്ട്. അതായത് വി ഗ്രൂവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആൻഡ് ഡോട്ട് ടെയിൽ ഗ്രൂവ് ഉണ്ട്. അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗൈഡ് വേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂവ് ചെയ്യേണ്ട എലമെന്റ് ദാറ്റ് ഈസ് സ്ലൈഡ് അല്ലെ, സ്ലൈഡും ഉണ്ട്. ഇനി ഈ സ്ലൈഡിന്റെയും ഈ ഗൈഡ് വേ നമ്മൾ ഇവിടെ കുത്തിവെച്ച അല്ലെങ്കിൽ വി ഗ്രൂവ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് എന്തുണ്ട്, ഇവിടെ കുറച്ച് എലമെന്റ്സ് കാണുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് എന്തിനാ അറിയാം, അതിന്റെ ഉള്ളിലുള്ള എന്താന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണത്? സ്ക്രൂ അല്ലടാ, കുറച്ച് ബോളുകളാണ്. അതായത് നമ്മളെ ബോൾ ബെയറിങ്സിലൊക്കെ കാണുന്ന ബോൾസ് ഇല്ലേ, ഹലോ, നമുക്ക് ഒരു വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇത് ബോളുകളാണ്. ഈ ബോൾ ശരിക്കും എവിടെയാ പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗൈഡ് വേയിലുള്ള ഗ്രൂവ് ഇല്ലേ, ചെറിയ ചെറിയ ഗ്രൂവുകൾ ഉണ്ട് അല്ലെ, ഈ ഗ്രൂവിന്റെയും നമ്മുടെ സ്ലൈഡിന്റെയും ഇൻ ബിറ്റ്വീനിലായിട്ട് രണ്ടിന്റെയും കോൺടാക്ട് പോയിന്റ് ഇന്റർഫേസിലായിട്ട് ബോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും ഈ മെറ്റീരിയൽ, ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് ഫുൾ പീസ് ആണ്. നമുക്കിപ്പം ഇതിന്റെ വർക്കിംഗ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിനുള്ളില് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോളൊന്നും കാണാൻ പറ്റൂല. ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ ബോൾ കംപ്ലീറ്റ് ഉള്ളത്. ഇതൊരു എന്താ പറയുക, ഒരു ലൂപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇങ്ങോളം ബാക്ക് സൈഡ് വരെ ഒരു ലൂപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരു വീഡിയോ കാണാം, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി നമുക്ക് ഞാൻ ആനിമേഷൻ വീഡിയോ കാണിച്ച് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഈ സ്ലൈഡും ഗൈഡ് വേയും തമ്മിൽ ഡയറക്റ്റ് കോൺടാക്ട് വരുമ്പോൾ നമുക്കറിയാം അവിടെ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ. ഇതിന്റെ മുകളിൽ നിന്ന് ഈ ഗൈഡ് വേയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ടാവും. ആ സ്ലൈഡിങ് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അതിനെ റോളിംഗ് ഫ്രിക്ഷൻ ആക്കി മാറ്റുകയാണ്. എന്ത് ഈ റോളിംഗ് ഫ്രിക്ഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു. റോളേഴ്സിന് കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ സ്ലൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബോളിന് ഒരു പോയിന്റ് നമ്മളൊരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ആ സർഫസുമായിട്ടുള്ള അതിന്റെ കോണ്ടാക്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പം അത്രയും ചെറിയ കോണ്ടാക്ട് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. സോ സ്ലൈഡിന്റെയും സ്ലൈഡ് വേയുടെയും ഇടയിലായിട്ട് ഇതേപോലെ ബോൾസ് സെറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് ആനിമേഷൻ വീഡിയോ കാണാം. ഇവിടെ ആദ്യം എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ. ഇവിടെ ഒരു റോളർ കാണിച്ചിട്ടുണ്ട്. റോളർ ഹാവ് എ വെരി സ്മോൾ കോണ്ടാക്ട് ഏരിയ. നമുക്കറിയാം ഒരു റോളർ, ഇപ്പോൾ ഇവിടെ ഒരു റോളർ ഒരു സർഫസിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ ഈ റോളറിന് നമ്മുടെ ഈ സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഈ താഴത്തെ ഒരു പോയിന്റിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ ഒരു മെറ്റൽ ബ്ലോക്ക് വെച്ചാൽ ആ ബ്ലോക്കിന്റെ കംപ്ലീറ്റ് ഏരിയ ഇതുമായിട്ട് കോണ്ടാക്ട് വരും. അപ്പൊ ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് ഏറ്റവും ചെറിയ കോണ്ടാക്ട് ഏരിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഫ്രിക്ഷനും കുറവായിരിക്കും അല്ലെ. അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾ ഇതാണ്. സ്ലൈഡ് നമുക്ക് മൂവ് ചെയ്യണം. നമ്മളിപ്പോ അപ്പുറം കണ്ട ഫിഗറിലുള്ള എലമെന്റ് ഇതാണ് ആ കംപ്ലീറ്റ് എലമെന്റ്. ഇതിന്റെ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കാണിച്ചാണ് അവിടെ. ഇതേപോലെയുള്ള ഒരു സ്ലൈഡിനെ ഒരു സ്ലൈഡ് വേയിലൂടെ എനിക്ക് മൂവ് ചെയ്യണം. സ്ലൈഡ് കിട്ടി. ഇതാണ് സ്ലൈഡിന്റെ മോഷൻ, ലീനിയർ മോഷൻ അല്ലെ. ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ആണ്. അതുകൊണ്ട്
ഈ സ്ലൈഡിന് നമുക്ക് ആകെ കൂടെ ഒരു മോഷനേ ഉള്ളൂ, ഒരു ടു ആൻഡ് ഫ്രോ, ഒരു ലീനിയർ സ്ട്രേറ്റ് ലൈൻ മോഷൻ മാത്രം. അത് മൂവ് ചെയ്യുന്ന ഒരു എലമെന്റ്, ഒരു ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതാണ് അതിന്റെ ഗൈഡ് വേ അല്ലെ. ഗൈഡ് വേ എന്ന് പറയുന്നത് ഇയാളെ ഈ ലീനിയർ മോഷനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന വഴി, ദാറ്റ് ഈസ് ഗൈഡ് വേ. സോ ഇവിടെ ഒരു ഗൈഡ് വേയും കാണിച്ചിട്ടുണ്ട്, സ്ലൈഡും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ആ ഫിഗർ ആനിമേഷൻ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. വളരെ സ്മൂത്ത് ആയിട്ട് ഒരു യൂണിഫോം സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ എങ്ങനെയാ കുറച്ചത്? അപ്പൊ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ക്രോസ് സെക്ഷണൽ വ്യൂ അല്ല, ഒരു ഇൻസൈഡ് വ്യൂ. ഈ സ്ലൈഡിന്റെ രണ്ട് ഭാഗത്തും നമ്മുടെ ഗൈഡുമായിട്ട് അല്ലെ, ഗൈഡ് വേയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സൈഡും നേരെ ഓപ്പോസിറ്റ് സൈഡുമാണ്. ഈ കോണ്ടാക്റ്റിൽ വരുന്ന സ്ഥലങ്ങളിൽ കുറെ ബോൾ അറേഞ്ച് ചെയ്തിട്ടാണെന്നല്ലേ അല്ലേ? കാണുന്നുണ്ടോടാ? ഹലോ, ഓക്കെ. അപ്പൊ ഇനി ഈ സ്ലൈഡ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ബോൾസ് എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ നിന്ന് ബോൾസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ മേലയിലുള്ള ബോള് ഞാൻ ഈ സ്ലൈഡിനെ ഇവിടുന്ന്, അതായത് ഇപ്പൊ മൗസ് പോയിന്റർ ഉള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നീക്കുന്നു, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നീക്കുന്നു. ആ സമയത്ത് ഇവിടെ ഇതിനകത്തുള്ള ബോളുകളാണ് റൊട്ടേറ്റ് ചെയ്യുക അല്ലെ. ബോൾ എന്ത് ചെയ്യും? ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പാത്ത്, ഇതിന് പ്രൊവൈഡ് ചെയ്ത പാത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം. രണ്ട് ഭാഗത്തും, സ്ലൈഡ് വേയുടെ രണ്ട് ഭാഗത്തും ഇതിനുള്ളിലുള്ള റോളേഴ്സ് ഇതേപോലെ ഉണ്ടാവുക. നമ്മുടെ ഗൈഡ് വേയുടെ ഉള്ളില്, സ്ലൈഡിന്റെ ഉള്ളില് കാണിക്കാം. സ്ലൈഡിന്റെ ഉള്ളില് ഒരു ലൂപ്പ് പോലെയാണ് ബോൾസിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയതാ, മേലയില് ഇപ്പൊ എന്റെ മൗസ് പോയിന്റർ ഉള്ള സ്ഥലം നോക്കി, ഇവിടെ എല്ലാം ബോൾസ് ഉണ്ട്. അവിടുന്ന് താഴോട്ടേക്ക് വന്ന് ഇവിടെ ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതേപോലെ ഇതിന്റെ താഴെയിലും ഒരു ലൂപ്പ് ലെയർ ഉണ്ടാവും, നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു ലൂപ്പ് ലെയർ ഉണ്ടാവും. അപ്പൊ ഈ സ്ലൈഡിനെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ബോൾസ് ആണ് ആക്ച്വലി മൂവ് ചെയ്യുന്നത്. ബോൾസിന് എങ്ങനെ മോഷൻ ഉണ്ടാവുക? ആ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇപ്പൊ ഇതിൽ കണ്ട പോലെ സ്ലൈഡ് മൂവ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ വെച്ച ബോൾസ് മാത്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുക. സ്ലൈഡിങ് ഫ്രിക്ഷൻ മാറി റോളിംഗ് ഫ്രിക്ഷൻ വരികയാണ്. സോ നമുക്ക് എന്താണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ ആന്റി ഫ്രിക്ഷൻ സ്ലൈഡ് വേയിൽ പറഞ്ഞ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്നുകൂടി നോക്കാം. നമ്മളിപ്പോ അപ്പുറം കണ്ട വീഡിയോയുടെ ഫിഗർ തന്നെയാണ് ഇത്. ഇവിടെ കട്ട് ചെയ്ത് കാണിച്ചത് ഇതിൻ്റെ ഉള്ളിലുള്ള ബോൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ താഴെയിൽ ബോൾസിന്റെ ഒരു ലൂപ്പ് ഉണ്ട്, അതേപോലെ സെക്കൻഡ് സ്ലോട്ടിലും ഒരു ബോളിന്റെ ലൂപ്പ് ഉണ്ട്. നമ്മൾ ഈ സ്ലൈഡ് വേ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കോ മൂവ് ചെയ്യുമ്പോൾ ഈ ലൂപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനകത്തുള്ള ബോൾസ് മാത്രം എന്ത് ചെയ്യും? ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് റീസർക്കുലേറ്റിംഗ്. ഈ ബോൾസ് പുറത്തേക്ക് വരുമോ? ഞാൻ ചോദിക്കുന്നത്, സ്ലൈഡ് ഞാൻ അങ്ങോട്ടേക്ക് നീക്കുമ്പോൾ ഇതിനകത്തുള്ള ബോൾസ് പുറത്തേക്ക് വരില്ല. കാരണം ഇതിന്റെ രണ്ട് സൈഡിലും ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളർ എലമെന്റ് രണ്ട് സൈഡിലും കാണാം. അതിനെ എൻഡ് ക്യാപ്പ് എന്നാ പറയാം, സ്ലൈഡിന്റെ എൻഡ് ക്യാപ്പ്. ഈ എൻഡ് ക്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനുള്ളിലുള്ള ബോൾസ് ഒന്നും പുറത്തേക്ക് വരുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനുള്ളിലുള്ള ബോൾസ് എപ്പോഴും ഫിക്സഡ് ആണ്. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഇത് നീക്കുന്നതിനനുസരിച്ച് ഈ ബോൾസും ഗൈഡ് വേയും തമ്മിലാണ് കോണ്ടാക്ട്. ശരിക്കും സ്ലൈഡും സ്ലൈഡ് വേയും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഒഴിവാക്കിയിട്ട് ഇൻ ബിറ്റ്വീനിൽ ഇതേപോലുള്ള റോളേഴ്സ് അല്ലെങ്കിൽ ബോൾസ് നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെയുള്ള ഒരു സ്ലൈഡ് വേ ഇപ്പുറം കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, സ്ലൈഡ് വേ ഉണ്ട്. ഇതിന്റെ സ്ലൈഡ് വേയുടെ കട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. വി ഷേപ്പും അതേപോലെ ഡോഗ് ടെയിൽ ഷേപ്പ് ഒക്കെ ഉള്ള കട്ടിങ്സ് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഇവിടെ ബോൾസ് ഉപയോഗിച്ചതിന് പകരം ഇവിടെ ചെറിയ റോളറുകളാണ് ഉപയോഗിച്ചത്. ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ അല്ലെ, റോളേഴ്സാണ് ഉപയോഗിച്ചത്. റോളേഴ്സിന്റെ ലൂപ്പുകളിൽ ഇവിടെ താഴെയിലും റോളറിന്റെ ഒരു ലൂപ്പ് ഉണ്ട്, മേലയിലും റോളറിന്റെ ഒരു ലൂപ്പ് ഉണ്ട്. ഞാൻ ഈ സ്ലൈഡ് വേയെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഈ റോളേഴ്സ് മാത്രമേ കറങ്ങുള്ളൂ. അല്ലെ, ഈ റോളേഴ്സ് കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും, സ്മൂത്ത് ആയിട്ട് മൂവ്മെന്റ് കിട്ടും. അപ്പൊ ഇതെപ്പോഴും ഈ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് റീസർക്കുലേറ്റിംഗ് ലീനിയർ ബോൾ ഗൈഡ് വേ എന്ന് പറയും. ബോൾ ബെയറിംഗ്സ് മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന ടേം എന്ന് പറയുന്നത് ബെയറിംഗ്സ് തന്നെയാണ് വരിക. റീസർക്കുലേറ്റിംഗ് ലീനിയർ ബോൾ ബെയറിംഗ്സ്. ഓക്കെ, a number of recirculating balls provided a rolling motion between the slider and rail. Slider എന്ന് വെച്ചാൽ മോഷൻ ഉള്ള എലമെന്റിനെയാണ് നമ്മൾ സ്ലൈഡ് അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയുന്നത്. റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൈഡ് വേ. Okay, at the end of the block there are end plates to ensure that the balls circulate through the rolling tracks. ഞാൻ പറഞ്ഞു ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ എൻഡ് ക്യാപ്പ് വെക്കുന്നുണ്ട്. ഈ എൻഡ് ക്യാപ്പ് വെച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ബോളൊക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ബോൾസ് ഒരു റീസർക്കുലേഷൻ, ഒരു കംപ്ലീറ്റ് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഡ് ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then this system provide very high rigidity and very low friction for the movement of the slide. നമുക്കറിയാം റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും എത്രയോ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ റോളിംഗ് ഫ്രിക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ സ്മൂത്ത് മൂവ്മെന്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരക്കേണ്ടുന്ന ഫിഗർ ഈ കാണുന്ന ഫിഗർ ആട്ടോ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വരക്കണമെന്നൊന്നുമില്ല. ഒരു സ്ലൈഡ് വേ കാണിക്കുക, ഒരു സ്ലൈഡ് കാണിക്കുക, അതിന്റെ ഇടയിൽ ഇതേപോലെ ബോളുകൾ ഉണ്ടെന്ന് കാണിക്കുക. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഈ സ്ലൈഡ് വേ ഇങ്ങനെ കുറെ വലിയ സംഭവമായിട്ടൊക്കെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് വരച്ചാൽ മതി. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്താൽ അതിന്റെ ഉള്ളിലുള്ള ബോൾസ് കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ബോൾസ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം കട്ട് ചെയ്ത പോലെ കാണിക്കുക. ഈ ഒരു ലൂപ്പ്, ബോളിന്റെ ലൂപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രം കാണിക്കുക, എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇവിടെ ഗൈഡ് വേ ഏതാ? ഇതാണ് ഗൈഡ് വേ. ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു ബാറിനെയാണ് നമ്മൾ ഗൈഡ് വേ എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു വി ഷേപ്പിലുള്ള ഗൈഡ് വേ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗൈഡ് വേയിലൂടെ ഈ സ്ലൈഡിനെ മൂവ് ചെയ്യണം. ഇവരുടെ രണ്ടിന്റെ ഇടയിൽ ഇതേപോലെ ലൂപ്പായിട്ട് ബോൾസ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്ലൈഡ് വേ മോഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്ലൈഡ് വേ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള റോളേഴ്സ് അല്ലെങ്കിൽ ബോൾസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ലൂപ്പിനുള്ളിൽ നിന്നും റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ദിസ് ഈസ് റീസർക്കുലേറ്റിംഗ് ലീനിയർ ബോൾ ബെയറിംഗ്. റീസർക്കുലേറ്റിംഗ് എന്ന് പറയാനുള്ള കാരണം ഇതിനകത്തുള്ള ബോൾസ് പുറത്തേക്ക് വരുന്നില്ല, അതിനുള്ളിലുള്ള ലൂപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ യൂസ് ചെയ്യുന്ന ബോൾ ബെയറിംഗ് ആണ്, ബോൾസ് ആണെങ്കിൽ കോൾഡ് ആസ് ബോൾ ബെയറിംഗ്. ഇനി അല്ല റീസർക്കുലേറ്റിംഗ് ലീനിയർ റോളർ ബെയറിംഗ്സ് ഉണ്ട്. ബോൾസിനെ റീപ്ലേസ് ചെയ്തിട്ട് റോളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെയുള്ള പോലെ റോളേഴ്സ് എലമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് റോളർ ബെയറിംഗ്സ്. ദെൻ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേ. ഫ്രിക്ഷൻ ഗൈഡ് വേ നമ്മൾ പറഞ്ഞു, ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേയിലെ ഒന്നാമത്തെ ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേ നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് റീസർക്കുലേറ്റിംഗ് ലീനിയർ ബോൾ ബെയറിംഗ്. രണ്ടാമത്തെ റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷസ്. റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷസ്. എന്താണ് റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷസ്? ഇവിടെയും ടേം റീസർക്കുലേറ്റിംഗ് സെയിം ആണ്. അപ്പോൾ ഒരു ലൂപ്പിനുള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങുന്നതാണ് എന്നുള്ള ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. ദെൻ ബോൾ ബെയറിംഗ് മാറി ബോൾ ബുഷായി. എന്താ ബോൾ ബുഷസ് എന്ന് വെച്ചാൽ ഇതാണ് റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടല്ലേ, ഇതിന്റെ ഗൈഡ് വേ. ഈ ഗൈഡ് വേയിലൂടെയാണ് ഈ പറയുന്ന സ്ലൈഡ്, ഒരു സിലിണ്ടർ സ്ട്രക്ചർ ആയിട്ടുള്ള സ്ലൈഡിന് മൂവ് ചെയ്യേണ്ടത്. ഈ സ്ലൈഡും ഗൈഡ് വേയും തമ്മിൽ കോണ്ടാക്ട് വരുന്ന ഏരിയയിൽ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലൂപ്പായിട്ട് കുറെ ബോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇതിന്റെ പെരിഫറിയിൽ അറൗണ്ട് ആയിട്ട്, ഈ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന്റെ പെരിഫറിയിൽ അറൗണ്ട് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇവിടെ ഉണ്ട്, ഇവിടെ കാണാം, ഇതിന്റെ കുറച്ച് താഴെയിലായിട്ട് ഇവിടെയും ഉണ്ട്, ലൂപ്പായിട്ട് ഉണ്ടാവും. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു സിലിണ്ടർ സ്ട്രക്ചറിന്റെ പെരിഫറിക്ക് അറൗണ്ട് ആയിട്ട് ഇൻസൈഡിൽ ഇതേപോലെ ലൂപ്പായിട്ട് ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ജസ്റ്റ് ഈ സിലിണ്ടർ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഈ സ്ലൈഡിനെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആരൊക്കെയാ കോണ്ടാക്റ്റിലുള്ളത്? സ്ലൈഡും ബോളും തമ്മിലാണ് കോണ്ടാക്ട്, ബോളും ഗൈഡ് വേയും തമ്മിലാണ് കോണ്ടാക്ട്. അതുകൊണ്ട് തന്നെ ഗൈഡ് വേയുടെ ചാനലിലൂടെ ഈ ബോൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. നമുക്ക് അതിന്റെയും ആനിമേഷൻ വീഡിയോയിലേക്ക് പോവാം. ഈ എലമെന്റിനെ നമ്മൾ ബുഷ് സ്ട്രക്ചർ എന്നാ പറയാ അല്ലെ. നമുക്ക് നോക്കാം എന്താണ് ലീനിയർ റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷസ് എന്താ നോക്കാം. ഇതാണ് ബോൾ ബുഷിലെ ബുഷ് എന്ന് പറയുന്ന എലമെന്റ്, നമ്മുടെ സ്ലൈഡ് ചെയ്യേണ്ട എലമെന്റ്. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ പെരിഫറിയിൽ അല്ലെങ്കിൽ ഒരു ഇന്നർ സർഫസിൽ കോണ്ടാക്ട് വരുന്ന രീതിയിൽ കുറെ ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചുറ്റിലും ഉണ്ട് അല്ലെ. ഇനി ഇതൊരു സിലിണ്ടർ ഗ്രൂവ് അല്ലെങ്കിൽ നമ്മുടെ ഗൈഡ് വേയിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇത് വേറൊരു ബുഷ് കാണിച്ചാണ്. ഇതിന്റെ ഉള്ളിൽ നോക്കി ഇവിടെയൊക്കെ ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൂപ്പായിട്ട്. ഇവിടെ കൃത്യമായിട്ട് കാണാം ബുഷിന്റെ ഇൻസൈഡ് പാർട്ട്. ഇവിടെയൊക്കെ ഞാനിപ്പോ മൗസ് പോയിന്റർ മൂവ് ചെയ്യുന്ന സ്ഥലത്ത് നോക്കി, ഇവിടെ ഒരു ലൂപ്പായിട്ട് ബോൾസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് അതേപോലെ ലൂപ്പായിട്ട്. അങ്ങനെ ഇതിന്റെ ചുറ്റിലുണ്ട്, എവിടെയും ഇപ്പുറത്തേലും അതേപോലെ ലൂപ്പായിട്ട് ബോൾസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഗൈഡ് വേയിലേക്ക് കോണ്ടാക്റ്റിലേക്ക് വരുമ്പോൾ, ഇതിൻ്റെ ഉള്ളിലൂടെ ഗൈഡ് വേ കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുക? ഗൈഡ് വേ ആയിട്ട് ആരാ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരിക? നമ്മുടെ ബോൾസ് ആണ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരിക. ഞാൻ എന്നിട്ട് ഈ സ്ലൈഡ് വേ അല്ലെ സ്ലൈഡിനെ റൈറ്റ് ഹലോ കട്ടായോ?
ഹലോ? ഇല്ല സാർ. ഓക്കെ. അപ്പൊ ഞാൻ ഈ സ്ലൈഡറിനെ അല്ലെങ്കിൽ സ്ലൈഡിനെ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ലൂപ്പ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ച ബോൾസ് എന്ത് ചെയ്യും? നമ്മുടെ സ്ലൈഡ് വേയുമായിട്ട് കോണ്ടാക്റ്റിൽ വരും. അപ്പം നമ്മുടെ സ്ലൈഡും സ്ലൈഡ് വേയും തമ്മിൽ നേരെ കോണ്ടാക്ട് ഇല്ല. ഇവരെ രണ്ടാളെയും കണക്ട് ചെയ്യുന്ന ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ടാണ് ആക്ച്വലി ഈ ബോൾസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബോൾസിന് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്ത് മൂവ്മെന്റ് ഉണ്ടാവും. ഫ്രിക്ഷൻ കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ദെൻ എന്തുകൊണ്ടാണ് ഇത് റീസർക്കുലേറ്റിംഗ് എന്ന് പറയാൻ കാരണം ഇതിനകത്തുള്ള ബോൾസ് ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാണ്. എപ്പോഴും ഈ ലൂപ്പിനകത്തുനിന്ന് ഫിക്സഡ് ആയിരിക്കും. ഇതിനകത്തുനിന്ന് ബോൾസ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയോ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് കംപ്ലീറ്റ് ടൈം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് ബോൾസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. സോ ദിസ് ഈസ് കോൾഡ് ആസ് റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷസ്. ഇനി ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നെറ്റ്. നമുക്ക് നെറ്റും ബോൾട്ടും അറിയാം അല്ലെ? നെറ്റും ബോൾട്ടും നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് അപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്താണ് നെറ്റ് ബോൾട്ട്. ഇതില് ആ ഒരു നെറ്റ് ബോൾട്ടിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വർക്കിംഗ് പോലെ തന്നെയാണ് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നെറ്റ് എന്ന് പറയുന്ന എലിമെന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നെറ്റും ബോൾട്ടിലും അതായത് ത്രെഡ് ഉള്ള സ്ട്രക്ചറിനെ, ആ ത്രെഡ് ഉള്ള പാർട്ടിനെ നമ്മൾ എന്താ പറയാ? നെറ്റ് എന്നാണോ അല്ലെ ബോൾട്ട് എന്നാണോ? ത്രെഡ്സ് ഉള്ള എലിമെന്റിനെ നമ്മൾ എന്താ പറയാ? ഇന്റേണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും ഇല്ലേ? അതെ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നെറ്റും ബോൾട്ടും അറിയാലോ. അതിൽ ഈ ത്രെഡ് ഉള്ള എലിമെന്റിന്റെ പേരെന്താ? ബോൾട്ടിന് എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ടാവും. എക്സ്റ്റേണൽ ത്രെഡ് ഉള്ളത് ഞാൻ ചോദിച്ചു. എക്സ്റ്റേണൽ ത്രെഡ് ഉള്ളത് ബോൾട്ട്. ബോൾട്ട്. ഇന്റേണൽ ത്രെഡ് ഉള്ളത് നെറ്റ്. നെറ്റ്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പം നിങ്ങൾക്ക് ഒരു നെറ്റും ബോൾട്ടും തന്നിട്ട് നിങ്ങളോട് അത് ടൈറ്റ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ അതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ അത് ജസ്റ്റ് നെറ്റ് ബോൾട്ടിന്റെ മുകളിൽ അപ്ലൈ ചെയ്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഉള്ളോട്ടേക്ക് കയറി പോകുന്നു അല്ലെ? ഇനിയല്ല, നിങ്ങൾ നെറ്റ് സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ബോൾട്ടിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബോൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളോട്ടേക്ക് കയറി പോകുന്നുണ്ട്. എന്തുകൊട്ടെ ഇവിടെ ആക്ച്വലി ഇവർ തമ്മിൽ നേരെയുള്ള കോണ്ടാക്ട് ആണ്. നെറ്റും ബോൾട്ടും തമ്മിൽ, ആ ത്രെഡുകൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ് വരുന്നത് അല്ലെ? ഈ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നത് ഒഴിവാക്കിയിട്ട് ഈ നെറ്റിന്റെയും ബോൾട്ടിന്റെയും ഇടയിൽ നമ്മളിപ്പോ പറഞ്ഞ റോളിംഗ് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബോൾസ് പോലെയുള്ള എലിമെന്റ്സിനെ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നെറ്റ്. അതായത് നെറ്റും ബോൾട്ടും നമുക്കറിയാം ഡയറക്റ്റ് ഫ്രിക്ഷൻ വരുന്നതാണ്. അതായത് രണ്ട് ത്രെഡും തമ്മിൽ നേരെ കോണ്ടാക്ട് ആണ്. അപ്പൊ നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ തിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെ? അതിന്റെ ആ ഒരു എന്താ പറയാ ടൈറ്റ്നെസ്സിന് അനുസരിച്ച് നമ്മൾ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ ഫ്രിക്ഷനും ഉണ്ടാവും, കാരണം നെറ്റിന്റെയും ബോൾട്ടിന്റെയും ത്രെഡ്സ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അപ്പോൾ ആ ഒരു ഫ്രിക്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ നെറ്റിന്റെയും ബോൾട്ടിന്റെയും ത്രെഡിനിടയിൽ, രണ്ടിന്റെയും ത്രെഡ് തമ്മിൽ മേറ്റ് ചെയ്യുമ്പോൾ ആണല്ലോ ഇത് ലോക്കായി നിൽക്കുക. ഈ രണ്ടിന്റെയും ത്രെഡുകൾക്കിടയിൽ നമ്മൾ ബോൾസ് പോലെയുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന, റോളിംഗ് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എലമെന്റുകളെ സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നെറ്റ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ എന്തുണ്ട്? എക്സ്റ്റേണൽ ത്രെഡുള്ള എലമെന്റിന്റെ പേര് ഇതല്ലേ? ബോൾട്ട് അല്ലേ? ഇല്ലേടാ? ഇവിടെ നിങ്ങൾക്ക് ത്രെഡ് കാണാം. ഈ ബോൾട്ടിന് അറൗണ്ട് ആയിട്ട് ത്രെഡ് കാണാം. അതേപോലെ നമ്മുടെ നെറ്റ് എന്ന് പറയുന്ന എലമെന്റ് ത്രെഡിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ത്രെഡിലൂടെ നമ്മൾ എന്താ പറയാ തിരിച്ചു കയറ്റുന്ന സാധനം, ദാറ്റ് ഈസ് നെറ്റ്. ഇവിടെ നെറ്റിന് കറസ്പോണ്ടിങ് ആണ് നമ്മുടെ സ്ലൈഡർ. അതായത് നെറ്റായിട്ടാണ് ഇത് നെറ്റാണ്. ഇതാണ് നമ്മുടെ വർക്ക് ടേബിൾ. ഓക്കെ, ഈ വർക്ക് ടേബിളിന്റെ മുകളിലാണ് നമ്മുടെ വർക്ക് പീസിനൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ഈ വർക്ക് ടേബിൾ ആക്ച്വലി ഒരു നെറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം ഇതിന് ഇന്റേണൽ ത്രെഡുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നോക്കിയാൽ ഇവിടെയൊക്കെ മനസ്സിലാവും, ഇവിടെയൊക്കെ ഇന്റേണൽ ത്രെഡും ഉണ്ട്. അപ്പൊ ആക്ച്വലി ഞാനിപ്പം ബോൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടത് ലീനിയർ മോഷൻ ആണ്. ആന്റി ഫ്രിക്ഷൻ ലീനിയർ മോഷൻ ഗൈഡ് വേ ആണ്. അപ്പൊ എനിക്ക് ഈ ടേബിളിന് വേണ്ടുന്ന എന്റെ റിക്വയർഡ് മോഷൻ എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ, റൈറ്റ് ടു ലെഫ്റ്റ് ഓർ ലെഫ്റ്റ് ടു റൈറ്റ് മോഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോ ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. നോർമലി നമ്മൾ വർക്ക് ടേബിളിനൊക്കെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി പവേർഡ് മോട്ടോർസ് ഒക്കെ യൂസ് ചെയ്യും. മോട്ടോർ നമുക്ക് റൊട്ടേഷണൽ മോഷനാണ് പ്രൊവൈഡ് ചെയ്യുക. ആ റൊട്ടേഷൻ മോഷൻ ഉപയോഗിച്ചിട്ട് വേണം എനിക്ക് വർക്ക് ടേബിളിനെ ഒരു ലീനിയർ മോഷൻ ആക്കിയിട്ട് മാറ്റാൻ. അപ്പോൾ നമുക്കറിയാം ഗിയർ മെക്കാനിസത്തിൽ റൊട്ടേഷണൽ മോഷനെ ലീനിയർ മോഷനാക്കി മാറ്റുന്ന ഒരു മെക്കാനിസം നമുക്കറിയാം, ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട്. എന്തായിരുന്നു ആ മെക്കാനിസം?
ഗിയർ ഡ്രൈവില് നമ്മൾ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷൻ മോഷനെ ലീനിയർ മോഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം നമുക്കറിയാം, ട്രാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം അല്ലെ. അവിടെ നമുക്ക് മോട്ടോറിന്റെ ഒക്കെ റൊട്ടേഷൻ മോഷനെ നമ്മളുടെ റിക്വയർഡ് ലീനിയർ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എന്റെ റിക്വയർഡ് മോഷൻ എന്ന് പറയുന്നത്, എനിക്ക് ആവശ്യമുള്ള മോഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ സ്ലൈഡറിനെ ഒന്നുകിൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് മോഷൻ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നത് ഇൻപുട്ട് ആയിട്ട് എൻ്റെ ഉള്ളത് ഒരു മോട്ടോറിന്റെ റോട്ടറി മോഷനാണ്. അപ്പൊ ഞാൻ ആ മോട്ടോറിന്റെ റോട്ടറി മോഷനെ ഈ ബോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ബോൾട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഈ ബോൾട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ബോൾട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ച നട്ട്, ഈ സ്ലൈഡിന് എന്ത് മോഷൻ ഉണ്ടാവുക? സ്ലൈഡും കറങ്ങുകയാണോ ചെയ്യുക? സ്ലൈഡ് ഇനീഷ്യലി ഇവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചോ, ഞാൻ ഇതിനെ റോട്ടറി മോഷൻ ഇതിന് കൊടുക്കുന്നു, ബോൾട്ടിന് കൊടുക്കുന്നു. ബോൾട്ടിന് റോട്ടറി മോഷൻ കൊടുക്കുമ്പോൾ ഈ സ്ലൈഡ് എന്ത് ചെയ്യും? കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ കുറച്ച് മുമ്പോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും എക്സ്ട്രീം എൻഡിൽ വരെ എത്തും. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് സ്ലൈഡ് ഇവിടം വരെ എത്തും. ഈ സ്ലൈഡിനെ നമ്മൾ എക്സ്റ്റേണലി നോക്കുകയാണെങ്കിൽ സ്ലൈഡിന്റെ മോഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ നിന്നും ഇവിടത്തേക്ക് എത്തി. അതായത് ഇവിടുന്ന് സ്ലൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലീനിയർ മോഷൻ കവർ ചെയ്തിട്ടുണ്ട്. സോ CNC മെഷീൻ ടൂൾസിൽ നമ്മള് ഗിയർ മെക്കാനിസത്തിനെ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം തന്നെയാണ് ആക്ച്വലി റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നട്ട് എന്ന് പറയുന്ന ഈ മെക്കാനിസം. ഇതിൽ നമ്മൾ റോട്ടറി മോഷൻ ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്ക് കിട്ടുന്നത് ഇതിനകത്തുള്ള നെറ്റ് അല്ലെ നമ്മുടെ സ്ലൈഡിന്റെ ലീനിയർ മോഷനാണ്. സോ ഇവിടെ നമ്മൾ ബോളൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ആക്ച്വലി നെറ്റ് ബോൾട്ട് അറേഞ്ച്മെന്റിന് എടുക്കുക. നെറ്റ് ബോൾട്ട് അറേഞ്ച്മെന്റ് ആകുമ്പോൾ ഈ നെറ്റിന്റെ ത്രെഡും ബോൾട്ടിന്റെ ത്രെഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആണ്. അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഫ്രിക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് വിചാരിച്ച സ്മൂത്ത്നെസ്സിൽ ഈ ഒരു സാധനത്തെ വർക്ക് ടേബിളിനെ റിക്വയർഡ് പ്രിസിഷനിൽ നമുക്ക് മൂവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഏരിയ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നെറ്റിന്റെ ത്രെഡിനിടയിലും നമ്മുടെ ബോൾട്ടിന്റെ ത്രെഡിനിടയിലും ആ ഒരു വേ ഉണ്ടല്ലോ, ബോൾട്ടിന്റെ ഈ ത്രെഡാണല്ലോ നമ്മുടെ ഗൈഡ് വേ. ഈ വേയിലൂടെ മാത്രമല്ലേ നെറ്റ് ഇങ്ങനെ നീങ്ങി പോവുള്ളൂ. ഇവരുടെ രണ്ടിന്റെ ഇടയിൽ എന്ത് വെച്ചിട്ടുണ്ട്? കുറച്ച് ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബോൾസും റീസർക്കുലേറ്റിംഗ് ബോൾസ് ആണ്. നമുക്ക് നോക്കാം, ഇതിന്റെ വർക്കിംഗ് വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് എക്സാമിന് ചോദിച്ചാണ്. എക്സാമിന് റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ 2 തവണ ചോദിച്ചിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. ബോൾ സ്ക്രൂ ഇവിടെ ബോൾട്ട് കാണാലോ നിങ്ങൾക്ക്. ഇതവിടെ ഒരു ഷാഫ്റ്റ് പോലെ ത്രെഡ് ഉണ്ടല്ലേ, ബോൾട്ടിന് ത്രെഡ് ഉണ്ട്, എക്സ്റ്റേണൽ ത്രെഡ് ഉണ്ട്. ഇവിടെ ഈ ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് എന്റെ നെറ്റ് അല്ലെങ്കിൽ സ്ലൈഡർ എന്ന് പറയുന്ന എലമെന്റ്, മോഷനിലുള്ള എലമെന്റ്. ഇപ്പൊ എന്റെ റിക്വയർമെന്റ് ലീനിയർ മോഷൻ ആണ്. അതായത് ഈ ഒരു സിലിണ്ടർ സ്ട്രക്ചറിനെ ഇപ്പോൾ ഉള്ള ഈ എൻഡിൽ നിന്നും ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തിക്കണം. അപ്പോൾ എനിക്ക് ഇൻപുട്ട് ആയിട്ടുള്ള മോഷൻ എന്ന് പറയുന്നത് റോട്ടറി മോഷനാണ്, മോട്ടോറിൽ നിന്ന് വരുന്ന റോട്ടറി മോഷനാണ്. ഞാൻ ആ റൊട്ടേഷണൽ മോഷനെ നമ്മുടെ ബോൾട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ബോൾട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ യൂണിഫോം ആയിട്ട് കറങ്ങും. ആ കറങ്ങുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എനിക്ക് ഈ സിലിണ്ടർ സ്ട്രക്ചർ ഇവിടെ എത്തണം. നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ത്രെഡും തമ്മിൽ മെയ്റ്റ് ചെയ്യുന്ന പോയിന്റിനിടയിൽ ബോൾസ് സെറ്റ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കുറെ ബോൾസ് നിങ്ങൾ വെച്ചിട്ട് കാണാം, ബ്ലൂ കളർ. പിന്നെ ഇവിടെ ഒരു റെഡ് കളർ ബോൾ കാണിച്ചത് ഇതിന്റെ റീസർക്കുലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബോൾസ് യൂണിഫോം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് തന്നെ, അതായത് ഒരു പൊസിഷനിൽ നിന്ന് തന്നെ സ്വയം കറങ്ങുകയല്ല ചെയ്യുന്നത്. ഈ ബോൾസ് ഒരു റീസർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ ഒരു റെഡ് കളർ ബോൾ കാണിച്ചത്. നിങ്ങൾ ഇനി വീഡിയോയിലേക്ക് നോക്കുക. ഇപ്പൊ ബോൾട്ടിന് എപ്പോഴും ആ ഒരു റൊട്ടേഷൻ മോഷൻ മോട്ടോർ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ സ്ലൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിലിണ്ടർ സ്ട്രക്ചർ ഈ എൻഡിൽ നിന്നും മറ്റേ എൻഡിലേക്ക് പോവാണ്, ഒരു ലീനിയർ മോഷൻ കവർ ചെയ്യാണ്. ആ കവർ ചെയ്യുമ്പോൾ രണ്ട് ത്രെഡിന്റെയും അല്ലെങ്കിൽ രണ്ടിന്റെയും ത്രെഡിനിടയിൽ ഇവിടെയൊക്കെ നോക്കിയാൽ 3 ലെയർ ബോൾസ് ഉണ്ട്. ഈ ബോൾസ് ആണ് ആക്ച്വലി കോണ്ടാക്ട് ടു ബോൾട്ട് അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്ട് ടു ബോൾട്ട് വരുന്നത് ആ ബോൾസ് ആണ്. ഇപ്പോ ബോൾസ് വെറുതെ ആ പാത്തിൽ നിന്ന് കറങ്ങുക മാത്രമല്ല, അതിങ്ങനെ കറങ്ങി ഇതിങ്ങനെ റീസർക്കുലേറ്റ് ചെയ്യണം. ആ റെഡ് കളർ ബോൾ നോക്കിയേ, റെഡ് കളർ ബോൾ ഇപ്പൊ ഈ എൻഡിലെത്തി, ഈ പുറത്തുള്ള എക്സ്റ്റേണൽ ട്യൂബിലൂടെ വീണ്ടും ഫസ്റ്റ് സ്ലോട്ടിലെത്തി. ഇതിങ്ങനെ ബോൾസിന്റെ ആ ഒരു റീസർക്കുലേഷൻ കാണിച്ചാണ് അതിന്റെ ഒരു സൈഡ് വ്യൂ.
ഒന്നുകൂടെ നോക്കിക്കോ. റെഡ് കളർ ബോൾ മാത്രം നോക്കുക. റീസർക്കുലേഷൻ കാണിക്കുന്നുണ്ട് അതിൽ. ബോൾസ് വന്നു, ഫസ്റ്റ് ചാനലിലൂടെ കയറി, സെക്കൻഡ് ത്രെഡിലൂടെ കയറി, തേർഡ് ത്രെഡിലൂടെ കയറി, വീണ്ടും ഒരു എക്സ്റ്റേണൽ ട്യൂബ് വെച്ചിട്ട് വീണ്ടും ഫസ്റ്റ് ത്രെഡിലേക്ക് വന്നു. ഇതിങ്ങനെ ഇതിനകത്തുള്ള ഈ ഫിക്സഡ് നമ്പർ ഓഫ് ബോൾസ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? റീസർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്രിക്ഷൻ എങ്ങനെയാ കുറച്ചത്? ത്രെഡ് ടു ത്രെഡ് സ്ലൈഡിങ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫ്രിക്ഷൻ കുറച്ചിട്ട് അവിടെ ഇതേപോലത്തെ ബോൾസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആയിട്ട് മാറുകയാണ് അല്ലെ? ഓക്കെ, ഇനി വേറൊരു സെയിം പ്രിൻസിപ്പിൾ തന്നെ, സെയിം സാധനം തന്നെ, വേറൊരു സ്ലൈഡറും ഒരു ഗൈഡ് വേയും. ഇവിടെ ഈ ബ്ലൂ കളറാണ് നമ്മുടെ സ്ലൈഡർ അല്ലെങ്കിൽ സ്ലൈഡ് എന്ന് പറയുന്നത്, ലീനിയർ മോഷൻ വേണ്ട സാധനം. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഈ ബ്ലൂ കളറിൽ ഇവിടെയും ത്രെഡ് ഉണ്ട്, അതേപോലെ ബോൾട്ടിലും ത്രെഡ് ഉണ്ട്. ഈ രണ്ട് ത്രെഡിന്റെയും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോൾസ് വെക്കുന്നുണ്ട് അല്ലെ? ഈ ബോൾസ് എന്ത് ചെയ്യാണ്? സർക്കുലേറ്റ് ചെയ്ത് വീണ്ടും ഫസ്റ്റ് പാത്തിൽ കയറി, സെക്കൻഡ് പാത്തിൽ കയറി, തേർഡ് പാത്തിൽ കയറി, വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ഫസ്റ്റ് പാത്തിലേക്ക് ഇങ്ങനെ റീസർക്കുലേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ എന്ന് വിളിക്കുന്നത്. സോ ബോൾ സ്ക്രൂ എന്ന് പേര് വരാൻ കാരണം ഇവിടുത്തെ ഗൈഡ് വേ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്രൂ ആണല്ലേ, അല്ലെങ്കിൽ ഒരു ബോൾട്ട് ആണ്. നമ്മളെ നെറ്റ് ബോൾട്ട് അറേഞ്ച്മെന്റ് തന്നെയാണ് ആക്ച്വലി ഇത്. പക്ഷെ നെറ്റിന്റെയും ബോൾട്ടിന്റെയും ഇടയിലായിട്ട് ബോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ ബോൾസ് സെറ്റ് ചെയ്ത്? ഈ ത്രെഡ് ടു ത്രെഡ് കോണ്ടാക്ട് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവിടെ വരുന്ന ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബോൾസ് വെക്കുന്നുണ്ട്. ഇനി ഇതിന് എന്തുകൊണ്ടാണ് റീസർക്കുലേറ്റിംഗ് എന്ന് പേര് വന്നത്? റീസർക്കുലേറ്റിംഗ് എന്ന് പേര് വരാൻ കാരണം ഈ ബോൾസ്, നമ്മുടെ നെറ്റിന്റെയും ബോൾട്ടിന്റെയും ഇടയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ബോൾസ് ഇതിന്റെ ത്രെഡിലൂടെ കയറി ഇറങ്ങി വീണ്ടും സർക്കുലേറ്റ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ലൂപ്പ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? സോ റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ. അപ്പം ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയൊക്കെ അറിയാം? നമ്മുടെ മെഷീൻ സ്ട്രക്ചേഴ്സിൽ ഞാൻ പറഞ്ഞു, റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് വർക്ക് ടേബിളിനൊക്കെ ലീനിയർ മോഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പം ലീനിയർ മോഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് എക്സ്റ്റേണലി ഡ്രിവൺ മോട്ടോർസ് ആണ് ഉള്ളത്. ഈ മോട്ടോർ നമുക്ക് വരുന്നത് റോട്ടറി മോഷനാണ്. അപ്പൊ ഈ റോട്ടറി മോഷനെ വർക്ക് ടേബിളിനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വർക്ക് ടേബിളിനെ നമ്മൾ ഇവിടെ നെറ്റാക്കിയിട്ട് എടുക്കുക. ദെൻ മോട്ടോറിൽ നിന്ന് വരുന്ന റോട്ടറി മോഷനെ നമ്മുടെ ബോൾട്ടിലേക്ക് കൊടുക്കുക. ബോൾട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ നെറ്റ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ടേബിൾ എന്ത് ചെയ്യും? ലീനിയർ മോഷൻ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു സെറ്റപ്പ് ആണ് ഒരു കാലത്തൊക്കെ നമ്മുടെ വണ്ടിയുടെ ഒക്കെ സ്റ്റിയറിംഗ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്തത്. നമ്മൾ സ്റ്റിയറിംഗിൽ എന്ത് ചെയ്യുന്നത്? ആക്ച്വലി ഒരു റോട്ടറി മോഷനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? ആ റോട്ടറി മോഷനെ നമ്മുടെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ടയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആക്സിലിന്റെ ഡിഫ്ലക്ഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത ഒരു പരിപാടി ഇതായിരുന്നു. ഇതിന്റെ ഒരു ആനിമേഷൻ വീഡിയോ കൂടി ഉണ്ട്, നമുക്കത് നെക്സ്റ്റ് ക്ലാസ് കാണിക്കാം. അപ്പോൾ നമുക്ക് CNC മെഷീൻസിനകത്ത് റോട്ടറി മോഷനെ ലീനിയർ മോഷനാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ, അതായത് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം, ഗിയർ മെക്കാനിസത്തൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് ഈ റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നെറ്റ് അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഇതിന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ ഒരു പ്രീ ലോഡിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേസിൽ പ്രധാനപ്പെട്ട 2 ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഒന്ന് റീസർക്കുലേറ്റിംഗ് ബോൾ ബെയറിംഗ്സ് പറഞ്ഞു, പിന്നെ പറഞ്ഞ റീസർക്കുലേറ്റിംഗ് ബോൾ ബുഷസ് പറഞ്ഞു, പിന്നെ 3 പറഞ്ഞു റീസർക്കുലേറ്റിംഗ് ബോൾ സ്ക്രൂ ആൻഡ് നെറ്റ്. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിലുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടിയൊക്കെ എക്സാമിന് വരാറുണ്ട്. അപ്പം ആന്റി ഫ്രിക്ഷൻ ഗൈഡ് വേസ് നാളെയും കണ്ടിന്യൂ ചെയ്യും. ഇന്നിപ്പം നിർത്താം. അറ്റൻഡൻസ് എന്ന് പറയാം. നമ്പർ 1 2